ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സാലഡിൻ്റെ റെസിപ്പി ആട്ടോ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ ബട്ടർ ചേർത്തിട്ട് ഇതിലേക്ക് മെൽറ്റായി വരുമ്പോൾ 1 ടീസ്പൂൺ വരുന്ന ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സ്വീറ്റ് കോൺ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് സ്വീറ്റ് കോൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. വെയിറ്റൊക്കെ കുറയാൻ ശ്രമിക്കുന്നവർക്ക് വളരെ എളുപ്പതും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എന്താ പറയുക, ഫുള്ള് ഫ്ലെയിമിലിടരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം. നമ്മൾ ബട്ടർ ആയതുകൊണ്ട് കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ. എന്നിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഞാൻ അടുത്തത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് കുക്കുംബറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. തോലൊന്നും കളഞ്ഞിട്ടില്ല. അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിൽ നിന്ന് കുറച്ച് നേരം സോക്ക് ചെയ്ത് നന്നായി കഴുകി എടുത്തിട്ടുള്ള കുക്കുംബറാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ക്യാരറ്റ്, അതേ കപ്പിൽ തന്നെ 1 കപ്പ് ക്യാരറ്റും പിന്നെ നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ സ്വീറ്റ് കോൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഈ സാലഡ് കഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് കട്ടാക്കിയതും 1 സവാള ചെറുതായിട്ട് കട്ടാക്കിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 പുഴുങ്ങിയ കോഴിമുട്ടയാണ് കേട്ടോ. കോഴിമുട്ട 4ആയിട്ട് കട്ടാക്കിയിട്ട് ചെറുതായിട്ട് കട്ടാക്കി ഇട്ട് കൊടുക്കാം. ഡിന്നറായിട്ടും ലഞ്ചായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റൊക്കെ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഡയറ്റൊക്കെ എടുത്ത് മടുത്തിരിക്കുന്നവരാണെങ്കിൽ ഇതുപോലെയൊക്കെ സാലഡ് കഴിച്ചു നോക്കൂ. വയറും നിറയും, അതുപോലെ തന്നെ വെയിറ്റ് കുറയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 പുതിനയിലയും 1 കൈപ്പിടി വരുന്ന മല്ലിയിലയും കൂടി കട്ടാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഡ്രസ്സിങ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ചെറിയൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒട്ടും പുളിയില്ലാത്ത തൈര് എടുക്കണം കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. കട്ടയാണ്, അപ്പോൾ ഒരു അളവ് പറയുവാണെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒട്ടും പുളിയില്ലാത്ത കട്ട തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരുന്ന കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഓർഗാനോ ആണ് ചേർക്കുന്നത്. തികച്ചും ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുമെന്ന് മാത്രം. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ വരുന്ന ഓർഗാനോ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പാടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആ തൈരിൻ്റെ കട്ടയൊക്കെ ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഒരു എരിവിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ താഴെ വരുന്ന ചില്ലി ഫ്ലേക്സ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ ഈ ചില്ലി ഫ്ലേക്സ് ഇപ്പോൾ ചേർക്കുന്നത് നിങ്ങൾ ഒഴിവാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ക്രീമി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നമ്മുടെ സാലഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിലൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു അല്പം തേന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വരുന്ന തേന് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം പാടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടമാകും. അല്പം എരിവൊക്കെ ഉള്ള ഒരു സാലഡാണ്, നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർത്തുകൊണ്ടാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുതേ. ഇത് നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓർഗാനോ വേണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതുമാണ്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എത്തുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.